10 വന്ന റിസൾട്ടിൽ നമുക്കൊരു 6463 എന്ന നമ്പറിന് ഒരു 500 രൂപ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ 9 റിസൾട്ട് എടുത്തായിരുന്നു. 9 റിസൾട്ടിൽ 6000 എബോ 6000 ബിലോ ഒരു ആഡ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനും ലെസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനും ഞാൻ ഏകദേശം ഒരുവിധം എല്ലാ നമ്പറിലും ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ ഷോപ്പിൽ ചെന്നപ്പോൾ ഈ 6463 എന്നുള്ള നമ്പർ ശ്രദ്ധപ്പെടുകയും അതിലേക്ക് ഒന്നുകൂടി ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്തായിരുന്നു. 9 റിസൾട്ട് എടുത്തു. അതിൽ 5386 എന്ന നമ്പർ 500 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ നമ്പറിനോട് കൂടി 1114 കൂട്ടി അതിൽ നിന്ന് 63 മൈനസ് ചെയ്ത് അതിനോടുകൂടി 26 കൂട്ടിയപ്പോഴാണ് പിറ്റേ ദിവസം 500 വന്ന ഈ 6463 എന്നുള്ള നമ്പർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് നീണ്ടു പോകാതിരിക്കാനാണ്. അപ്പോൾ വരും ദിനങ്ങളിൽ ഓണം ബമ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് നമ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ കാൽക്കുലേഷൻ ട്രിക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുന്നതിലല്ല എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഈ ട്രിക്കുകൾ നോക്കി കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് ഞാൻ ടിക്കറ്റ് എടുക്കും. ആ ടിക്കറ്റ് എടുത്തതിൽ എനിക്ക് എത്രമാത്രം പ്രൈസ് വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടിയാലല്ലേ എനിക്കത് സക്സസ് ആയിട്ട് തോന്നുള്ളൂ. അപ്പം സക്സസ് ആയിട്ടുള്ള മെത്തേഡുകൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരുപാട് തവണ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിലും ഡബിങ്ങിലും ഒക്കെ കുറേ പോരായ്മയുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടില്ലേ നമ്മൾ പറയുന്ന ആ ഒരു കണ്ടൻറ് ഉണ്ടല്ലോ, ആ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ പറയുന്ന ട്രിക്കുകൾ അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ ഇത് പോയിട്ട് നിങ്ങൾ ഡെയിലി ലോട്ടറികളിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് നോക്ക്. ഡെയിലി റിസൾട്ട് നോക്കിയിട്ട് ഷോപ്പിൽ ചെന്നിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തിൽ തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് നോക്ക് ഷോപ്പിൽ ചെന്ന്. പിന്നെ കുറച്ച് സമയം ഈ ഒരു ട്രിക്കിലേക്ക് മാറ്റി വെച്ച് നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിൻ ചെയ്യും.